8 മുതൽ 11 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്കുള്ള നോൺ വെജിറ്റേറിയൻ പാചകക്കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് 8 മുതൽ 11 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കലോറിയും ഭക്ഷണവും. പോഷകസമൃദ്ധമായ ചില നോൺ വെജിറ്റേറിയൻ പാചകക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത്. ഇതുവരെ നിങ്ങൾ ദിവസത്തിൽ 3 തവണ കുഞ്ഞിന് 1/2 കപ്പ് ഭക്ഷണം നൽകിയിരുന്നു. കുഞ്ഞിന് 8 മാസം പൂർത്തിയാകുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന തവണകൾ വർദ്ധിപ്പിക്കണം. 8 മുതൽ 11 മാസം വരെ കുഞ്ഞിന് പ്രതിദിനം 300 കലോറി ഊർജം ആവശ്യമാണ്. പൂരക ഭക്ഷണത്തോടൊപ്പം 2 വർഷം വരെ മുലയൂട്ടലും ആവശ്യമാണ്. ഒരു ദിവസത്തിൽ 4 തവണ 1/2 കപ്പ് ഭക്ഷണം നൽകണം. 1/2 കപ്പ് ഏകദേശം 125 മില്ലിലിറ്റർ അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ ഭക്ഷണമാണ്. കുഞ്ഞിന്റെ ഭക്ഷണത്തിന്റെ സ്ഥിരതയും മാറ്റണം. നേരത്തെ നിങ്ങൾ കുഞ്ഞിന് കുഴമ്പു രൂപത്തിലോ ചതച്ചോ ആയ ഭക്ഷണമാണ് നൽകിയിരുന്നത്. ഈ പ്രായത്തിൽ മൃദുവായതും കട്ടിയുള്ളതുമായ ഭക്ഷണം കുഞ്ഞിന് നൽകാം. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫിംഗർ ഫുഡ് പരിചയപ്പെടുത്താം. കുഞ്ഞുങ്ങൾക്ക് കൈകൊണ്ട് കഴിക്കാവുന്ന ഭക്ഷണങ്ങളെ ഫിംഗർ ഫുഡ് എന്ന് വിളിക്കുന്നു. ഉദാഹരണമായി ഓംലെറ്റ്, പുഴുങ്ങിയ മുട്ട, വേവിച്ച മത്സ്യം, മട്ടൻ അല്ലെങ്കിൽ ചിക്കൻ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ചെറിയ കഷ്ണങ്ങൾ, പനീർ എന്നിവ മറ്റ് ഉദാഹരണങ്ങളാണ്. കുഞ്ഞിന് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണം. എല്ലാ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും നല്ലപോലെ കഴുകി പാകം ചെയ്യണം. മത്സ്യം, ചിക്കൻ അല്ലെങ്കിൽ മാംസം എന്നിവയുടെ അസ്ഥികൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കണം. എല്ലുകൾ കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കും. 1 വയസ്സ് തികയുന്നതുവരെ കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. കുഞ്ഞിന് 2 വയസ്സാകുന്നതുവരെ പഞ്ചസാരയും ശർക്കരയും ചേർക്കാൻ പാടില്ല. ഇനി നമുക്ക് ചില നോൺ വെജിറ്റേറിയൻ റെസിപ്പികൾ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ആദ്യത്തെ പാചകക്കുറിപ്പ് ആവിയിൽ വേവിച്ച ചിക്കൻ ബോളുകളാണ്. ഈ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ ഇവയാണ്: 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 80 ഗ്രാം അരിഞ്ഞ ചിക്കൻ, 1/2 നാരങ്ങ, 1/2 നന്നായി അരിഞ്ഞ ഉള്ളി, 1/2 അടിച്ച മുട്ട, 1 ടേബിൾ സ്പൂൺ വറുത്ത കടലമാവ്. രീതി: കഴുകി അരിഞ്ഞ ചിക്കൻ ഒരു പാത്രത്തിൽ എടുക്കുക. അതിനു മുകളിൽ പകുതി നാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഇത് നന്നായി യോജിപ്പിച്ച് 20 മുതൽ 30 മിനിറ്റ് വരെ വയ്ക്കുക. അരിഞ്ഞ ചിക്കനുള്ള അതേ പാത്രത്തിൽ അരിഞ്ഞ ഉള്ളിയും അടിച്ച മുട്ടയും ചേർക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പൊടി ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. മിശ്രിതം 4 തുല്യ ഭാഗങ്ങളായി വിഭജിച്ച് ഉരുണ്ട ഉരുളകളാക്കുക. ചിക്കൻ ബോളുകൾ ആവിയിൽ വേവിക്കുന്നതിന് ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം ഒഴിക്കുക. പാത്രത്തിന്റെ മധ്യത്തിലായി ഒരു സ്റ്റാൻഡ് സ്ഥാപിക്കുക. ചിക്കൻ ബോളുകൾ ഒരു സ്റ്റീൽ പ്ലേറ്റിലെടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക. പാത്രം ഒരു അടപ്പ് കൊണ്ട് മൂടി 10 മിനിറ്റ് ഇടത്തരം തീയിൽ വേവിക്കുക. ബോളുകൾ ഒരു പ്ലേറ്റിൽ എടുക്കുക. ആവിയിൽ വേവിച്ച ചിക്കൻ ബോളുകൾ തയ്യാർ. രണ്ടാമത്തെ പാചകക്കുറിപ്പ് ഓംലെറ്റ് ആണ്. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് താഴെ പറയുന്നവ ആവശ്യമാണ്: 2 മുട്ടകൾ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ. രീതി: നുരയും വരെ മുട്ടകൾ നല്ലപോലെ അടിക്കുക. മഞ്ഞൾപ്പൊടിയും
ജീരകപ്പൊടിയും ചേർക്കുക. നന്നായി യോജിപ്പിക്കുക. ഒരു പാനിൽ നെയ്യോ എണ്ണയോ ചൂടാക്കുക. ഇതിലേക്ക് അടിച്ച മുട്ട ഒഴിക്കുക. ചെറിയ തീയിൽ വച്ച് 3 മുതൽ 4 മിനിറ്റ് വരെ 2 ഭാഗവും വേവിക്കുക. ഓംലെറ്റ് തയ്യാർ. അടുത്ത പാചകക്കുറിപ്പ് ആട് കരൾ കറിയാണ്. നിങ്ങൾക്ക് ഇനി പറയുന്ന ചേരുവകൾ ആവശ്യമാണ്. 75 ഗ്രാം ആടിൻ്റെ കരൾ, അര ഉള്ളി, അര തക്കാളി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ജീരകപ്പൊടി, അര നാരങ്ങ, 1 ടേബിൾ സ്പൂൺ തേങ്ങ. നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യോ എണ്ണയോ ആവശ്യമാണ്. രീതി: വൃത്തിയാക്കിയ കഴുകിയ ആടിൻ്റെ കരൾ ഒരു പ്ലേറ്റിലെടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് പകുതി നാരങ്ങ നീര് ചേർക്കുക. ഇത് 15 മുതൽ 20 മിനിറ്റ് വരെ മാറ്റിവെക്കുക. അതിനുശേഷം 4 വിസിൽ വരുന്നതുവരെ കരൾ കഷ്ണങ്ങൾ 1/2 കപ്പ് വെള്ളത്തിൽ വേവിക്കുക. പ്രഷർ സ്വയം പുറത്തു പോകാൻ അനുവദിക്കുക. പിന്നെ പ്രഷർ കുക്കർ തുറക്കുക. അതിനൊപ്പം ഉള്ളി, തക്കാളി, തേങ്ങ എന്നിവ പൊടിച്ച് പേസ്റ്റ് ഉണ്ടാക്കുക. ഇനി ഒരു പാത്രത്തിൽ നെയ്യോ എണ്ണയോ ചൂടാക്കുക. തയ്യാറാക്കിയ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കുക. ഇത് 3 മുതൽ 4 മിനിറ്റ് വരെ വഴറ്റുക. വേവിച്ച ആടിൻ്റെ കരൾ ചേർക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർക്കുക. ഈ കറി ഒരു ചെറിയ തീയിൽ 5 മുതൽ 7 മിനിറ്റ് വരെ വേവിക്കുക. ആട്ടിൻ കരൾ കറി തയ്യാർ. അവസാനത്തെ പാചകക്കുറിപ്പ് ആവിയിൽ വേവിച്ച മത്സ്യമാണ്. പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്. ഒരു വൃത്തിയാക്കിയ കഴുകിയ പോംഫ്രെറ്റ്, ഒരു വാഴയില, 1 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. രീതി: ഒരു പാത്രത്തിൽ തൈര് എടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കുക. നന്നായി ഇളക്കുക. ഇത് കഴുകി വൃത്തിയാക്കിയ പോംഫ്രെറ്റിലേക്ക് പുരട്ടുക. ഇത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ മാറ്റിവെക്കുക. വാഴയില നന്നായി കഴുകുക. വൃത്തിയുള്ള തുണിയിൽ വയ്ക്കുക. ഇല ഉണങ്ങാൻ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. അടുത്തതായി വാഴയില കുറച്ച് സെക്കൻഡ് ഇടത്തരം തീയിൽ ചൂടാക്കുക. ഇലയുടെ മറുവശത്തും ചെയ്യുക. ഇത് മത്സ്യം പൊതിയുന്നതിന് വാഴയിലയെ മൃദുവാക്കും. ഇനി മീൻ കഷ്ണങ്ങൾ വാഴയിലയിൽ പൊതിയുക. ഇളം തീയിൽ 18 മുതൽ 20 മിനിറ്റ് വരെ ആവിയിൽ വേവിക്കുക. ആവിയിൽ വേവിക്കുന്ന രീതി മുമ്പത്തെ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. പൊതിഞ്ഞ മീൻ തീയിൽ നിന്ന് മാറ്റി ആറാൻ വയ്ക്കുക. തണുത്തു കഴിഞ്ഞാൽ മീനിൽ നിന്ന് വാഴയില മാറ്റുക. ആവിയിൽ വേവിച്ച മീൻ തയ്യാർ. മത്സ്യത്തിൽ നിന്ന് എല്ലുകൾ വേർതിരിച്ച് കുഞ്ഞിന് കൊടുക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പോംഫ്രെറ്റിന് പകരം നിങ്ങളുടെ പ്രദേശത്ത് പ്രാദേശികമായി ലഭ്യമായ ഏതെങ്കിലും മത്സ്യം ഉപയോഗിക്കാം. ഈ പാചകങ്ങളെല്ലാം പ്രോട്ടീൻ, ഒമേഗ-3 ഫാറ്റി ആസിഡ്സ്, കോലീൻ എന്നിവ കൊണ്ട് സമ്പന്നമാണ്. ഈ പാചകക്കുറിപ്പുകൾ ഇനി പറയുന്നവയുടെ ഉറവിടങ്ങളാണ്: വിറ്റാമിൻസ്, വിറ്റാമിൻ ഡി, എ, B2, B3, B6, B9, B12, അയൺ, സിങ്ക്, ഫോസ്ഫറസ് എന്നിവയും ഈ പാചകങ്ങളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നല്ല ആരോഗ്യത്തിനായി കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ ഈ പാചകക്കുറിപ്പുകൾ ഉൾപ്പെടുത്തുക.
ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.